ആദ്യം തന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കണ്ണൂരിൽ ലാൻഡ് ചെയ്യേണ്ട ഒരു വിമാനത്തിന് സാങ്കേതിക തകരാറുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. AXB778 എന്ന എയർ ഇന്ത്യ വിമാനത്തിനാണ് സാങ്കേതിക തകരാർ. ഇപ്പോഴും കണ്ണൂരിൽ ലാൻഡ് ചെയ്യാനാവുന്നില്ല. ജിദ്ദയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള വിമാനമായിരുന്നു ഇത് മംഗളൂരിലേക്ക് മാറ്റി അവിടെ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നിട്ടില്ല. ഇപ്പോൾ വിമാനത്തിൻ്റെ ഇന്ധനം പൂർണ്ണമായി തീർത്ത ശേഷം വീണ്ടും അടിയന്തരമായ ലാൻഡിങ്ങിനുള്ള ശ്രമമാണ്. സാങ്കേതിക തകരാറെന്നാണ് മനസ്സിലാക്കുന്നത്. KV ബൈജു ഉണ്ട്. ബൈജു, എന്താണ് വിഷയം? എന്തെങ്കിലും എയർപോർട്ട് അധികൃതർ വിശദീകരണം നൽകിയിട്ടുണ്ടോ? AXB778 എന്ന വിമാനത്തിനാണ് സാങ്കേതിക തകരാർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ തകരാർ എങ്ങനെ പരിഹരിക്കും, എന്താണ് സാഹചര്യമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ലൈവ് ഫ്ലൈറ്റ് ട്രാക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് റഡാറിൻ്റെ ട്രാക്കിങ്ങിൽ വളരെ വ്യക്തമായി തന്നെ ഈ ഫ്ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ വ്യക്തമാകുന്നുണ്ട്. AXB778 എന്ന ഫ്ലൈറ്റ് നോക്കൂ, എത്ര വട്ടമായി ചുറ്റിപ്പറന്നുകൊണ്ട് വട്ടമിട്ട് പറന്നുകൊണ്ട് കണ്ണൂരിൻ്റെ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ട് ലാൻഡിങ്ങിന് ശ്രമിക്കുകയാണ്. നമുക്കറിയാം ഇതൊരു സ്വാഭാവിക നടപടിക്രമമാണ്. കാരണം ഇന്ധനം പൂർണ്ണമായും കത്തിച്ച് കളഞ്ഞ ശേഷം ലാൻഡിംഗ് എന്ന ഒരു നോർമൽ പ്രൊസീജിയറുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരു നീക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KV ബൈജു നമുക്കൊപ്പമുണ്ട്. ബൈജു, എയർപോർട്ട് അധികൃതർ ഇത് സംബന്ധിച്ച് നൽകുന്ന സൂചനകൾ എങ്ങനെയാണ്? സാങ്കേതിക തകരാർ എന്താണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? എയർപോർട്ട് അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അതായത് 7:03 കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഇതിനാണ് സാങ്കേതിക തകരാറ് കണ്ടെത്തിയത്. ആദ്യമായി ഇത് മംഗളൂരിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് വിഫലമായതിനെ തുടർന്ന് കണ്ണൂരിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ വിമാനം താഴെ ഇറക്കണമെങ്കിൽ ഇതിൽ നമുക്കറിയാം ഇത് കണ്ണൂരിൽ നിന്നും ജിദ്ദയിൽ പുറപ്പെട്ടാണ്. നിറയെ ഇതിൽ ഇന്ധനമുണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം ഇന്ധനം തീർത്താൽ മാത്രമേ എമർജൻസി ലാൻഡിംഗ്, അടിയന്തര ലാൻഡിംഗ് സാധിക്കൂ. അതുകൊണ്ട് ഇത്തരത്തിൽ വട്ടമിട്ട് പറക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് എയർപോർട്ട് അധികൃതർ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഒരു യാത്രക്കാരനാണ് ഈ വിവരം നമ്മളെ അറിയിക്കുന്നത്. അങ്ങനെ എയർപോർട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്ന ഇതാണ്: 6:30 കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത്തരത്തിൽ സാങ്കേതിക തകരാറ് കാണുന്നു. പിന്നീട് മംഗളൂരിൽ ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അത് വിഫലമായതിനെ തുടർന്ന് വീണ്ടും കണ്ണൂരിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇപ്പോൾ നിലവിൽ ഈ വിമാനം ഈ കണ്ണൂർ എയർപോർട്ടിന് മുകളിൽ വട്ടം ചുറ്റി കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ധനം തീർത്തതിന് ശേഷം ഒരു അടിയന്തര ലാൻഡിംഗ്, അതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് എയർപോർട്ട് അതോറിറ്റി പറയുന്നത്. ചെറിയ നിസാര സാങ്കേതിക തകരാറാണ്. ഒരുപക്ഷെ ജിദ്ദയിലേക്ക് ഇത്രയും ദൂരം അങ്ങനെ ഒരു സാങ്കേതിക തകരാർ കണ്ടതിനെ തുടർന്ന് യാത്ര ചെയ്യുക, അത് വിമാനം യാത്ര സംബന്ധിച്ചിടത്തോളം അത് അപകടകരമാണ്. അതുകൊണ്ടാണ് ആ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. കൂടുതൽ ഇതിനപ്പുറം വിശദീകരണം എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്ത് വന്നിട്ടില്ല. അവർ പറയുന്നത് ഇതാണ്: ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ഇതൊരു പ്രോട്ടോകോളാണ്. ഇന്ധനം തീർത്തതിന് ശേഷം വിമാനം ലാൻഡ് ചെയ്യും. ആ സാങ്കേതിക തകരാർ പരിഹരിക്കും. ഇനി യാത്രക്കാരെ ഏത് രീതിയിൽ മറ്റേ വിമാനത്തിൽ ജിദ്ദയിലേക്ക് പുറപ്പെടുമോ അത്തരം കാര്യങ്ങൾ ഇനി ഏതായാലും വരും മണിക്കൂറുകളിലെ അറിയാൻ സാധിക്കൂ. എന്നാലും വിമാനം ഇപ്പോഴും കണ്ണൂർ എയർപോർട്ടിന് ചുറ്റും വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു അപകട സാഹചര്യമോ തരത്തിലുള്ള ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമോ നിലവിലില്ല. ഈ വിമാനം ഇനിയിപ്പോൾ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനു ശേഷം അതിന്റെ സാങ്കേതിക തകരാർ അത് പരിഹരിച്ച് തിരിച്ച് ഇതിൽ തന്നെ ജിദ്ദയിലേക്ക് പോകുമോ, മറ്റ് വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസിലായിരിക്കുമോ യാത്രക്കാരെ ജിദ്ദയിലേക്ക് കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ വിമാനം ഇപ്പോഴും ലാൻഡ് ചെയ്തിട്ടില്ല. അല്പസമയത്തിനകം ലാൻഡ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ധനം അതിന്റെ പ്രോട്ടോകോൾ പ്രകാരം ഇന്ധനം തീരുന്നതുവരെ ഈ വിമാനം ഇപ്പോഴും ഈ എയർപോർട്ടിന് ചുറ്റും അത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സൈത്തെ, അതാണ് സ്വാഭാവിക നടപടിക്രമമാണ്. എന്തായാലും ഇത് ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം ചെറുതായിരിക്കില്ല യാത്രക്കാരെ സംബന്ധിച്ച്. കാരണം ഉയർന്ന ഉടൻ തന്നെ വിമാനത്തിന് ചില സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. അത് പിന്നീട് ജിദ്ദയിലേക്ക് എത്തി അവിടെ ലാൻഡിങ്ങിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാവാം ഈ രീതിയിൽ തിരിച്ചിറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ തിരിച്ചിറക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം ഇന്ധനം പൂർണ്ണമായും തീർക്കണം, അല്ലെങ്കിൽ അതുണ്ടാക്കാനുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ജാഗ്രത. ഒരു നോർമൽ പ്രൊസീജിയറാണ്. എന്തായാലും ഇത് ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഫ്ലൈറ്റിൻ്റെ ട്രാക്കിംഗ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഇത് ലാൻഡിങ്ങിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ജിദ്ദ ഇത് സംബന്ധിച്ച് എയർപോർട്ട് അധികൃതർ വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല.
രാവിലെ 6:30 ഷെഡ്യൂൾഡ് ടൈം. 6:30 പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ്, ജിദ്ദയിലേക്ക് പുറപ്പെട്ട ടേക്ക് ഓഫ് ചെയ്ത വിമാനമാണ് ഇപ്പോൾ ഈ തരത്തിലൊരു സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും ലാൻഡിങ്ങിന് ശ്രമം നടക്കുന്നത്. കണ്ണൂരിൻ്റെ ആകാശത്ത് വട്ടമിട്ട് പറന്ന് വീണ്ടും ലാൻഡിങ്ങിന് ശ്രമമാണ്. എന്തായാലും ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് നമുക്ക് കാത്തിരിക്കണം. നമുക്കറിയാം, വിമാനത്തിന് പറന്നുയർന്ന ഉടനെ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരിച്ചിറക്കുക എന്നൊരു ചോയ്സാണ് മുന്നിലുള്ളത്. അതല്ലെങ്കിൽ ടേക്ക് ഓഫ് ക്യാൻസൽ ചെയ്യണമായിരുന്നു. എന്തായാലും ടേക്ക് ഓഫ് ചെയ്യപ്പെട്ട വിമാനം സ്വാഭാവികമായും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പുതിയ അപ്ഡേഷൻ വരുന്നു. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്ന വിവരം കൂടിയാണ് നമുക്ക് പുറത്തു വരുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, ലാൻഡ് ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ള വിശദീകരണം ലഭ്യമാവേണ്ടി വരുന്നു അല്ലേ? തീർച്ചയായും ഏറ്റവും പുതുതായി നമ്മൾ ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം, വിമാനം സുരക്ഷിതമായി കണ്ണൂർ വിമാനത്താവളത്തിൽ എയർപോർട്ടിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയമായ വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതായത് നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 6:30 പുറപ്പെടേണ്ട ഒരു വിമാനമായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ്. പക്ഷേ അത് വൈകി 7:03 ഇവിടെ നിന്നും പറന്നു വരുന്നത്. അതിനുശേഷമാണ് ഈ സാങ്കേതിക തകരാർ ഉണ്ടായത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് മംഗളൂരുവിൽ ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ അത് വിഫലമായതിനെ തുടർന്ന് തിരിച്ച് കണ്ണൂരിലേക്ക് തന്നെ വരുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. വലിയ പരിഭ്രാന്തി വരുത്തി. ഈ കാരണം എയർപോർട്ടിന് മുകളിൽ വിമാനം വട്ടം ചുറ്റി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അത്തരം സാഹചര്യങ്ങൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ പരിഭ്രാന്തി വരുത്തി. ഏതായാലും അനൌദ്യോഗികമായി എയർപോർട്ട് അധികൃതരുമായി നമ്മൾ അപ്പോൾ തന്നെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. നേരത്തെ സജിത്തും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായി ഇതിന്റെ ഇന്ധനം അത് പരമാവധി കുറച്ചതിന് ശേഷം സേഫ് ലാൻഡിംഗ് അടിയന്തര ലാൻഡിംഗ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് എയർപോർട്ട് അതോറിറ്റി പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത, നിറയെ യാത്രക്കാരുമായുള്ള കണ്ണൂരിൽ നിന്നും ജിദ്ദയിലേക്ക് പുറപ്പെട്ട ഒരു ഫ്ലൈറ്റ് ആണ്. വലിയ ആശങ്കയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായത്. ആ ആശങ്കയ്ക്കെല്ലാം വിരാമമായിരിക്കുന്നു. സുരക്ഷിതമായി വിമാനം ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഏതായാലും യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ സാങ്കേതിക തകരാർ പരിഹരിച്ച് വിമാനം തിരിച്ചു പോകുമോ, അതല്ല മറ്റ് വിമാനത്തിൽ യാത്രക്കാരെ ജിദ്ദയിലേക്ക് യാത്ര അയക്കുമോ, അത്തരം കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. ഏതായാലും ഔദ്യോഗികമായ അല്പസമയത്തിനകം തന്നെ എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് സംബന്ധിച്ച് എയർപോർട്ട് അധികൃതരിൽ നിന്നും ഉടൻ തന്നെ ഒരു വിശദീകരണം അല്ലെങ്കിൽ വാർത്താക്കുറിപ്പ് ഉണ്ടായേക്കാം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല. വിമാനം സുരക്ഷിതമായി ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നു. വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുരക്ഷിതമായ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി സാങ്കേതിക തകരാർ എന്താണ് എന്ന് സംബന്ധിച്ചും എന്താണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പരിഭ്രാന്തി വരുത്തിയ സംഭവം അതെന്താണെന്ന് സംബന്ധിച്ചും നമുക്ക് വൈകാതെ തന്നെ എയർപോർട്ട് അധികൃതരുടെ ഭാഗത്തുള്ള വിശദീകരണം ഉണ്ടായേക്കാം. എന്തായാലും സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്തു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്താണ് തകരാർ എന്നതിൽ ഒരു വിശദീകരണം ലഭ്യമാവേണ്ടതുണ്ട്. അതിനുശേഷം നമുക്കൊരു വ്യക്തത എടുക്കാനാവും. എന്തായാലും യാത്രക്കാരെ മുൾമുനയിൽ നിർത്തി കണ്ണൂരിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ്, ജിദ്ദയിലേക്ക് പറന്ന വിമാനമാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. ഒടുവിൽ അത് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്ന വിവരം പുറത്തുവരും.